ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു കിടിലം വീണ്ടും വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷൻ. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി പള്ളിക്കര എന്ന സ്ഥലത്താണ്, എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കര എന്ന സ്ഥലത്താണ് ഞങ്ങളിന്ന് എത്തിച്ചേർക്കുന്നത്. മനോഹരമായ ഒരു വലിയ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ. 5 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2300ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമുമായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ വില്ല പ്രൊജക്റ്റാണ്. നല്ല മെയിൻ റോഡ് സൈഡിലായാണ് നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ, ഭംഗിയുള്ള ഒരു വീട്. ഭംഗിയാർന്ന ചുറ്റുമതിൽ ഈ വീടിന് നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു ഗേറ്റ് ഈ വീടിന് അവൈലബിൾ ആണ്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തു നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് കേട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. വീട് ഫേസ് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കും. നല്ല സ്പേഷ്യസായ മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. 2 വലിയ SUV കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീണ്ടും മുൻവശത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. മനോഹരമായൊരു ഫ്രണ്ട് എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ ദൂരവും പാലാരിവട്ടത്തേക്ക് 13 കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല തൃപ്പൂണിത്തുറയിലേക്ക് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. മെയിൻ ഡോറ് 2 പാളികളിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റിൽ നൽകിയിരിക്കുന്നു. ചെറിയ വിൻഡോകളെല്ലാം ഈ സൈഡിൽ നൽകിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റാണ്. മൾട്ടിവുഡിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. സ്പോട്ടിംഗ് LED ലൈറ്റുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റി ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ്, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. കട്ട്ലറി, ക്രോക്കറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല നല്ല ഒരു ഓപ്പൺ കിച്ചൺ ഈ ഡൈനിങ് സ്പേസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ ഈ ഒരു ഭാഗത്തായി ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നുണ്ട്. വാഷ് ബേസിൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കൗണ്ടറിൻ്റെ ഡിസൈൻ ഓൾറെഡി ഫിനിഷായി കഴിഞ്ഞു. നല്ല ഭംഗിയിലാണ് ഈ ഏരിയയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ കിച്ചൺ കൗണ്ടർ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് ഒരു കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇവിടുത്തെ കിച്ചണിൻ്റെ കബോർഡ് വർക്കുകൾ ഡിസൈൻ. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്കിവിടെ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ കിച്ചണിൽ നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നിർമ്മിച്ച് നൽകുന്നതാണ്. അതിൻ്റെ പണികൾ ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞു. നമ്മുടെ ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ്, കിണർ വെള്ളം ധാരാളം കാണുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് സൈഡ് വശങ്ങളിൽ നൽകി തന്നെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ടോട്ടലായി വരുന്നത് 4 ബെഡ്റൂമുകൾ, ഒരു സ്റ്റഡി റൂമാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 12 അടി വീതിയും ഒരു 13-14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു കോർണർ ഭിത്തിയിലായി ഇവിടുത്തെ
കബോർഡ് വർക്കുകൾ വാൾഡ്രോഫ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വുഡൻ ഫിനിഷിലാണത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു. ഏതാണ്ട് ഒരു 15 അടി നീളവും ഒരു 12-13 അടി വീതിയുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. സ്റ്റെയർ കേസ് ഡൈനിങ് ഏരിയയിൽ നിന്ന് നൽകിയിരിക്കുന്നു. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ യൂണിറ്റും മറ്റു സാമഗ്രികളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ അപ്പർ ലിവിംഗ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ലിവിംഗ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം വാളുകളിൽ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഷാൻഡിയർ ലൈറ്റ് എല്ലാം ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നു. 2 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായി നമുക്കൊരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ബാൽക്കണി സൈഡിലേക്ക് പോയാൽ ഈ ഒരു മനോഹരമായ ബാൽക്കണി, നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് ബാൽക്കണി ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാലോ. 2 ബെഡ്റൂമുകളാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല മനോഹരമായ സ്പേഷ്യസ് ആയ ബെഡ്റൂം. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 13 അടി വീതിയും ഒരു 15 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. സാനിറ്ററി ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല നീളത്തിലായിട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. വാഷ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് പോകുന്നു. ധാരാളം വീടുകളെല്ലാം ഉള്ള മനോഹരമായൊരു ലൊക്കേഷനിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത്. സൂപ്പർ മാർക്കറ്റുകളും മറ്റു സാമഗ്രികളെല്ലാം വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. മനോഹരമായ ബെഡ്റൂം, നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 അടി നീളവും ഒരു 13 അടി വീതിയുമാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം വുഡൻ ഫിനിഷിൽ നൽകിയിരിക്കുന്നു. 5 സെൻറ്റ് 2300 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 92 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.